ദൈവത്തിന് മനുഷ്യരൂപത്തിൽ കണ്ട സച്ചി സാറാണ്. സാറ് വളരെ സിമ്പിളായിട്ട് പച്ചയായ മനുഷ്യനാണ്. ഈ വിലായത്ത് ബുദ്ധ അതിൽ ചെയ്യുന്ന കഥാപാത്രം കുറച്ച് ഇമോഷണൽ ആണ്. ഒരു അയ്യപ്പൻ കോശി ചെയ്ത ക്യാരക്ടർ അല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. 15 ചന്ദനത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത വിലായത്ത് എനിക്കായിട്ട്. ആദ്യമായിട്ട് ഇപ്പൊ പൃഥ്വിരാജിന്റെ ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കേണ്ടി വന്നപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു ഫീലിങ്സ്? എങ്ങനെയായിരുന്നു? പൃഥ്വിരാജ് സാറിന്റെ ഷർട്ട് പിടിക്കണം, പിടിച്ച് വലിക്കുന്ന സീനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് സാറിന്റെ മുണ്ട് ചവിട്ടണം, ഇൻസൾട്ട് ചെയ്ത് വിടണം. ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷൻ. നമുക്കറിയാം സച്ചി സാറിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ പടം മൊത്തത്തിൽ ഡയറക്ടറും അതിന്റെ പ്രൊഡക്ഷനും പ്രൊഡ്യൂസറൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പടം കംപ്ലീറ്റ് ചെയ്തത്. അയ്യപ്പൻ കോശി എന്ന സിനിമ വന്ന ശേഷം എല്ലാ ആൾക്കാരും നേരിട്ട് വന്ന് കാണാൻ തുടങ്ങി, അട്ടപ്പാടിയിൽ നിന്ന് കാണാൻ തുടങ്ങി. എല്ലാ ക്രെഡിറ്റും സച്ചി സാർക്കാണ്. അത് സച്ചി സാറിന്റെ അട്ടപ്പാടിക്കാരെ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് സച്ചി സാർ. ഒരു തെറ്റായ രീതിയിലാണ് പല സിനിമയിലും ട്രൈബ്സ് കാണിച്ചിട്ടുള്ളത്. രേണുസുധിന്റെ ഒരു വീഡിയോ കണ്ടു, ഇങ്ങനെ ഒരു ട്രൈബ്സിന്റെ ഇത് പുലിത്തോലൊക്കെ ഇട്ടിട്ട്. ഒരിക്കലും അങ്ങനെ ഒരു ട്രൈബ്സ് ഇല്ല. കൂടുതലും നമ്മുടെ ട്രൈബൽ ആൾക്കാർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ട്രൈബൽ ക്യാരക്ടർ ആയിരിക്കും കൂടുതലായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷെ ഒരു ട്രൈബ്സ് ആയ എന്നെ ഒരു എക്സൈസ് ഓഫീസർ ഫൈസൽ എന്ന ക്യാരക്ടർ ചിലപ്പോൾ തന്നത് അത് സച്ചി സാറ് നമ്മൾ മുഖ്യധാരയിലുള്ള ആളാണ്, നമ്മൾ തുല്യരാണെന്ന് ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ്.